ഒറ്റയ്ക്ക് തന്നെ വന്നോ തുറക്കാൻ? ആ ചെല്ലി അടിച്ചു വരണം. എന്തൊരു ഉറക്കം എന്റെ മോക്ക്. പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉറക്കം നന്നല്ല. സുബൈ നേരത്തെ അന്നെ വിളിക്കാൻ വന്നപ്പോ ഈ ഉണ്ട് പിച്ചും പേയും പറയുന്നു. എന്തിരിട്ട്? എനിക്കറിയാ. ആ മൊല്ലാക്കാനെ കൊണ്ട് ഒരു ചരട് ഒതിച്ചു കെട്ടണം. എനിക്ക് ചരടൊന്നും വേണ്ട, ഇപ്പോഴുള്ള ചരടൊക്കെ മതി. എന്താ മമ്മത രാവിലെ തന്നെ? ചെയ്താലിന്റെ കത്തുണ്ടായി. എന്തേ കത്തിലിപ്പം വിശേഷം? പുതിയാപ്പളയ്ക്ക് സുഖം തന്നെയല്ലേ? ഞാൻ വായിക്കാം, നിങ്ങൾ എങ്ങോട്ട് ഇരിക്കും. അതൊന്നും വേണ്ട. അനക്ക് വന്ന കത്ത് ഞാൻ എന്തിനാ വായിച്ചു കേൾക്കണം? സിമെന്റിന്റെ കാര്യം ഇനിയും ശരിയായിട്ടില്ല. ഈ സിമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തരൂല്ല. അത് ഈയും ചെയ്താലും കൂടി അങ്ങ് നോക്കിക്കും. എനിക്കിതൊന്നും വായിച്ചു കേൾക്കണ്ട. ഈ പുയ്യാപ്പിളിക്ക് വേറെ ആരും കിട്ടിയില്ലേ പോരാന്റെ പണിയേൽപ്പിക്കാൻ? അയാൾ ഓരോ കാരണം ഉണ്ടാക്കി വരിക. ഓരോന്നും എഴുതിയിട്ടുണ്ടാവില്ല. എന്നാലും ഓരെന്തിനാ അങ്ങനെ വരുന്നത്? എനിക്കറിയാം. ഇന്ന് പുതിയ പാവാടയാണല്ലോ. നിങ്ങൾ എവിടുന്നാ മോളെ പാല് മേടിക്കാറ്? അടുത്ത വീട്ടിൽ നിന്നാ. ആ, ഇവിടെ ആട് വെച്ചിരിക്കുന്നത്. മോൾ അമ്മനോട് ചോദിക്ക് പാല് വേണോന്ന്. നല്ല രസമുണ്ടോ കുട്ടികളെ കാണാൻ? വാ. ഞാൻ അവര് ചെന്നിട്ടുണ്ട്. എന്ത്? അനക്കും ഒരു ദുബായിക്കാരനെ കണ്ടുപിടിക്കാൻ. എവിടെയുണ്ടോ ഈ ദുബായ്? ഇരിക്കൂ മാഷെ. എന്തൊക്കെയുണ്ട് മാഷെ വിശേഷം? ഓ, എന്തോ വിശേഷം. എന്റെ ഈ മാസത്തെ 10 രൂപ. മാഷിന്റെ കണക്കിൽ 150 റുപ്യേ ഉള്ളൂ. 150 തന്നെ അധികമല്ലേ കൃഷ്ണ? ഞാൻ ഒറ്റ തടിയല്ലേ. ഈ വയസ്സുകാലത്ത് എത്രയെന്ന് വെച്ചാ തിന്നുക. ഞാൻ ഒരു കാര്യം കൂടി പറയാനാ വന്നത്. എടോ, നീ ആ മാഷക്ക് ഒരു പറ്റു കൊടുക്ക. ഏത് മാഷ്ക്ക്? ആ രവി മാഷക്കേ, പാട്ട് പഠിപ്പിക്കുന്ന മാഷ്. എന്ത് വേണമെങ്കിലും വാങ്ങിക്കോട്ടെ, ശമ്പളം കിട്ടുമ്പോൾ തന്നേച്ചാ മതി. അത് നന്നായി. അങ്ങ് തെക്കുന്ന എവിടുന്നോ വന്ന മാഷാണ്. നാട്ടുകാരായ നമ്മളൊക്കെ വേണ്ടേ സഹായിക്കാൻ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, 2-3 പേരെ കൂടി കാണാനും. ബാക്കി ശരി, ഞാൻ പോട്ടെ. ഓ, നമസ്കാരം. തനിക്ക് രാവിലെ വരുമ്പോ ഒന്നുമില്ലെങ്കിൽ ഒരു പേനയെങ്കിലും കൊണ്ടുവന്നൂടെ? പാട്ട് പഠിപ്പിക്കുന്ന മാഷക്ക് എന്തിനാ ആശാന പേന? അതങ്ങ് പാടിയാ പോരെ. അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ മുറ്റത്ത്, പാടി ചെമ്പോത്ത്. അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ മുറ്റത്ത്, പാടി ചെമ്പോത്ത്. പാടത്തെ ചെമ്പോത്ത് അനന്തത്തയോടൊത്ത് വിഷുപ്പുലർക്കാലത്ത് വീട്ടുവേലിയിൽ നിന്നു പാടി. ആ വീട്ടുവേലിയിൽ നിന്നു പാടി.
പൂവായ പൂവെല്ലാം കണിക്കുന്ന വാരിച്ചൂടി മുത്തായ മുത്തെല്ലാം മുണ്ടോൻ പാടം വാരിക്കെട്ടി പൂവായ പൂവെല്ലാം കണിക്കുന്ന വാരിച്ചൂടി മുത്തായ മുത്തെല്ലാം മുണ്ടോൻ പാടം വാരിക്കെട്ടി പദവമഗമ പദനി പദനീത പദാപമപ്പാമഗ സരിഗമ പദനിധാപമപ അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പോത്ത് പാടത്തെ ചെമ്പോത്ത് പനന്തത്തയോടത്ത് വിഷുപ്പുലർക്കാലത്ത് വീട്ടുവേലിയിൽ നിന്നു പാടി ഓ വീട്ടുവേലിയിൽ നിന്നു പാടി കാവില്ലാറാട്ട് കടവിൽ നീരാട്ട് മേളം പഞ്ചാരി താളം തരികിടതോ കാവില്ലാറാട്ട് കടവിൽ നീരാട്ട് മേളം പഞ്ചാരി താളം തരികിടതോ മൂവന്തി പെണ്ണിന് നക്ഷത്ര കൈനേട്ടം രാവിന്റെ മുറ്റത്ത് പൂത്തിരിമിന്നാട്ടം അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പോത്ത് പാടത്തെ ചെമ്പോത്ത് പനന്തത്തയോടത്ത് വിഷുപ്പുലർക്കാലത്ത് വീട്ടുവേലിയിൽ നിന്നു പാടി ആ വീട്ടുവേലിയിൽ നിന്നു പാടി വിത്തും കൈകൊട്ടും പാട്ടും കൈകൊട്ടും പാടി സന്തോഷം പാടാം ചങ്ങാതി ഒരു 10 മണി വീണ്ടും 10 10 ഞാൻ വരുന്നതിന് മുന്നേ പണം മാറിയത് കള്ളക്കളിയാ ചീട്ടടിക്ക് കാണണം മമ്മയുടെ പൈസക്കാണ് അവൻ കുടിച്ചത് മമ്മയുടെ പൈസക്കാണ് കളിച്ചത് സെയ്താരിന്റെ
വയറ്റത്തടിച്ച പൈസോടല്ലടാ എനിക്ക് വിരസുന്നത്. ചെയ്താൽ എന്റെ ജീവനാണ്. ഈ ആടിന്റെ കൂടെ നസീമ എങ്ങോട്ടാ? പൊരയിലേക്ക്. സേതാലിന്റെ അടുത്തെങ്ങും വരുന്നില്ലേ നസീമ? അറിയൂല. സേതാലിയോട് പറ ദുബായിൽ നിന്ന് വരുമ്പോ ഒരു പുല്ല് തിന്നാത്ത ആടിനെ കൂട്ടിയിട്ട് വരാൻ. എന്നാ നിനക്കിങ്ങനെ നടത്തി തീറ്റിക്കണ്ടല്ലോ. ഞാൻ വരട്ടെ. ഈ എവിടെയായിരുന്നു? ഇന്നൊന്നും വെക്കണ്ടേ? വേഗം ചെല്ലി പീഡനിക്ക്. ഞാൻ ഉഷേനെയും കൂട്ടിപ്പോ. ഈ ആരെ കൂട്ടാനും ശരി വേഗം ഞെത്തണം. കാണുന്നവർക്കൊക്കെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഓരെന്നാ വരിക ഓരെന്നാ വരിക. ഞാൻ എങ്ങനെ അതിപ്പം പറയാ? ചോദിക്കുന്നവരൊക്കെ ചോദിക്കട്ടെ, നീ എന്തിനാ എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ പോകുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ആകെ കിട്ടിയത് 4 ദിവസം. ദുബായിൽ എന്താ പണിയെന്ന് വരെ എനിക്കറിയില്ല. അത് നിനക്ക് മാത്രമല്ലടോ, ദുബായ്ക്കാരെ കല്യാണം കഴിച്ച് ഒരുവിധം പെണ്ണുങ്ങൾക്കൊന്നും അവരുടെ പണി അറിയില്ലത്രേ. അന്നോട് ആരാ പറഞ്ഞത്? ആൾക്കാർ അവിടുന്ന് ഇവിടുന്നും പറയുന്നത് കേട്ടതാ. നല്ല അരിയാ മാഷെ, ബിരിയാണിക്ക് പറ്റിയ അരി. എന്നാണത് വേണ്ട കൃഷ്ണ, എനിക്ക് രാത്രി കഞ്ഞിയാ. പറഞ്ഞു കുടുങ്ങിയോ? മാഷേ, നമുക്ക് ദുബായിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നു. മാഷ് സേതാലിനെ കണ്ടിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാല് സേതാലി ദുബായിൽ പോയതിനു ശേഷമാ ഞാൻ ഈ 1 നമ്പർ ശർക്കര ഇവിടെ കൊണ്ടുവച്ചത് തന്നെ. വാങ്ങാൻ ആള് വേണ്ടേ? ആർക്കാ ഇതൊക്കെ ഇക്കാലത്ത് വാങ്ങാൻ പറ്റുക? ഏതായാലും വാദ്യന്മാർക്ക് കഴിയില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നത്? വല്ല വേണമെങ്കിൽ അനക്ക് എന്നോട് പറഞ്ഞു. സഞ്ജീവ് മലയൊക്കെ വെച്ചിട്ട് ഈ പൊക്കും സാധനമൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. അതിനെന്താ വേണ്ടത് നിങ്ങൾക്കറിയോ? അതൊക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? പുതിയോട് മുന്നിട്ട് ഒപ്പണം 3 കേട്ടോ. ഇതെന്തിനാ വിധാനിക്കാനാ? സാറില്ല മോളെ, ഈ അതൊന്നും കാര്യാക്കണ്ട. എന്തെടുത്തതൊക്കെ ഇവിടേക്ക് വേണ്ട സാധനങ്ങൾ തന്നെ. എവിടുന്നാ കൊണ്ടുവന്നെന്ന് വെച്ചാല് അവിടെ തന്നെ കൊണ്ടുകൊടുത്തു. ഇവിടെ ഒന്നും വേണ്ട. നിങ്ങൾ പറയണത് കേക്ക്. പുതിയാപ്പിള ഇവിടെ ഇല്ലാത്ത പെണ്ണാണ് ഓള്. ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നടക്കുന്ന 4 ആള് കണ്ടാ വലുതും പറയും. ആണുങ്ങളില്ലാത്ത വീടാണ്. ഇന്റെ മോളെ നോക്കാൻ എനിക്കറിയാം. ഞാനും ഒരു ഉമ്മ പിറ്റുണ്ടായതാണ് മമ്മത്. അനക്ക് എന്തിന്റെ കുറവാണ്? ഓൻ പൊരേന്റെ പണി അന്നെ ഏൽപ്പിച്ചാല് ഈ അത് നോക്കിയാ മതി. ഇവിടെ ആണുങ്ങളില്ലാത്ത ഈ ബേജാറാവണ്ട. എന്തു പറഞ്ഞാലും അനക്ക് തിരിയൂലേ? അതിന് ഞാനൊന്നും നസീമിനോട് പറഞ്ഞില്ലല്ലോ. ചെയ്താലിന്റെ കത്തുണ്ടായി ഇടവഴിയിൽ എത്തിയപ്പോഴാ ഓർത്തത്. അതൊക്കെ കാണണ്ടേ? സഹായം ചെയ്യുന്നവരോട് നസീമയ്ക്ക് ദേഷ്യമല്ലേ? ഒക്കെ എടുത്ത് അകത്ത് വെച്ചോ. എനിക്ക് ചെയ്താലിന്റെയും നസീമാന്റെയും കാര്യം നോക്കാണ്ടിരിക്കാൻ കഴിയില്ല. നിങ്ങൾ 2 ആളും എനിക്ക് ജീവനാ. എവിടെ പോയിട്ട് വരുന്നു ഉമ്മയും മോളും കൂടെ? ആശുപത്രിയിൽ വരെ. അവിടെ ചെന്നപ്പോ ഡാക്ടർ അവിടെ ഇല്ല. ഓല് എവിടെ കല്യാണത്തിന് പോയിത്രേ. വല്ലപ്പോഴൊക്കെ ഡോക്ടർമാർക്കും കല്യാണത്തിനൊക്കെ പോണ്ടേ? ആട്ടെ, സെയ്താലിയുടെ വിശേഷം എന്തുണ്ട്? അവര് ഇരാറുണ്ട്.
ആഴ്ചക്ക് ഒരെഴുത്ത് ഇവക്ക് വരുമ്പോ ആ മമ്മദിന് 4 എഴുത്ത് വരും. വെറും വീടിന്റെ വിചാരം ഇപ്പോ. വീടൊക്കെ ഉയർന്നല്ലോ, പണി തീരുമ്പം നല്ല ചേലുണ്ടാവും കാണാൻ. എല്ലാം നല്ല ബറക്കത്തിൽ അങ്ങ് കഴിഞ്ഞാ മതിയായിരുന്നു. അപ്പോ ഞാൻ പോയിട്ട് വരട്ടെ. മാഷേ, രവി ഇവിടെ ഉണ്ടായിരുന്നു. അടുക്കളപ്പണിയിലായിരുന്നു. ഓ, വരും പക്ഷേ ഏതായാലും രവി ഇതൊരു വീട് പോലെ ആക്കിയിട്ടുണ്ട്. നന്നായി. മാഷ് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് അമ്മയുടെ ഫോട്ടോ. ഇപ്പോ ഇതിനൊക്കെ പ്രായം മതിക്കും. വയസ്സന്മാരും ഈശ്വരന്മാരും ഒരുപോലെയാ. എല്ലാ അമ്മമാർക്കും ഒരേ മുഖച്ഛായ. അച്ഛൻ മരിച്ചത് പിന്നെ അമ്മ പുറത്തേക്കൊന്നും പോകാറില്ല. എനിക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ അമ്മ ഏതൊരു പ്രാർത്ഥനയാണ്. കല്യാണക്കാര്യത്തെ പറ്റി അമ്മ പടച്ചവനോടൊന്നും പറയാറില്ലേ? അതൊക്കെ പറഞ്ഞു തരുന്നതല്ലേ. ഇപ്പോ കുറ്റം ദൈവത്തിനാണ്. രവിക്ക് എന്റെ കൂടെ വന്ന് താമസിക്കാമായിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ. ഈ വീട് എനിക്ക് വാടകയ്ക്ക് കിട്ടാൻ തന്നെ മാഷ് നന്നേ ബുദ്ധിമുട്ടി. ഇനിയും ഞാൻ മാഷെ ബുദ്ധിമുട്ടിക്കണം. ഓ, അതിലെന്ത് ബുദ്ധിമുട്ടാണുള്ളത്? മാഷക്ക് ചായ ഇടട്ടെ? വേണ്ട, അവിവാഹിതരുണ്ടാക്കുന്ന ചായ ഞാൻ കുടിക്കാറില്ല. എന്താ എന്താ ഇവിടെ? എന്താ ഇവിടെ? എന്താണെന്ന് വിടാനാണ് പറഞ്ഞത്. ബാക്കിയുള്ളത് ചോരനെ കാട്ടിയ ഇതിന്റെ പണി നോക്കുന്നത്. അപ്പോഴാ മാഷേ ഓരോരുത്തർ ഉള്ളുകൂടിയുള്ള വരച്ചില്. ഓൻ ചെയ്ത പണി എന്താണെന്ന് അറിയാം മാഷേ? അല്ലല്ല, അവനെ പണി ഏൽപ്പിച്ച നിന്നെ വേണം പറയാൻ. ആ, എല്ലാരും പോയി പണി നോക്ക്. പോകാനല്ലേ പറഞ്ഞത്? പോ. മമ്മതേ, വല്ലതുണ്ടെങ്കിൽ പറഞ്ഞു തീർക്ക്. നെഞ്ചൂക്ക് കാണിക്കണ്ട, അതുകൊണ്ട് ദോഷം വരും. ആ, സാരി. അതൊരു ജിന്ന. മമ്മ എന്നാ പേര്. സെയ്താലിക്ക് ദുബായി പോകാൻ NOC ഉണ്ടാക്കി കൊടുത്ത് ഇവനാ. അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ അയക്കും. പാതി ഇവൻ വിഴുങ്ങും. സെയ്താലി ഉണ്ടാക്കുന്ന വീടാണ്. പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെ സെയ്താലി നിനക്ക് ഈ കൂട്ടുകെട്ട് വേണ്ട വേണ്ട. അവൻ കേൾക്കൂല. എന്തൊക്കെ പറഞ്ഞാലും സെയ്താലിക്ക് മമ്മ എന്ന് പറഞ്ഞ ജീവനാണ്. ഒരു മീശ കൂടി വെച്ചാൽ അസല് ചെയ്താലേ. നീ ഇതവിടെ കൊണ്ട് വെച്ചിട്ട് അവൻ ആ കല്ലിറക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഞാൻ വന്നേക്കാം. നസീമ എവിടാ പോയത്? ഉഷന്റെ പറയില്ല. ശരിയാണ്. ചെയ്താരി ഇല്ലാത്തതുകൊണ്ട് നസീമയ്ക്കിപ്പം ഈ എവിടെ പോയിരുന്നു മോളെ? ഉഷേന്റെ അവിടെ. അനക്ക് എപ്പോ നോക്കിയാലും ഉഷേന്റെ വീട് തന്നെ.
സൂക്കേടൊന്നും ഇല്ലെങ്കിലും ആഴ്ചയിലൊരിക്കൽ ഈ മരുന്നിന്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാ. ഇത് കുടിക്കണോണ്ടാവും ആ പഴയ നെഞ്ചുവേദന ഒന്നും വരാത്തത്. ഈ എന്താടെ ഒന്നും ഉണ്ടാത്ത? ആ കണ്ടത് നന്നായി. ഇനി ഇതും കൊണ്ട് അവിടെ വരണ്ടല്ലോ. ആരടാ? സീതാരിന്റെ പുറയിൽ എത്തിച്ച് വായിച്ചാ പോരെ? ഈ വഴി തന്നെ വായിക്കണോ? വരണ്ട്. അടുത്ത ഞായറാഴ്ച. ഈ കാര്യം ഞാനൊന്ന് നോക്കട്ടെ. തന്നിട്ട് നിങ്ങൾക്ക് വായിക്കാനറിയോ? ഞാൻ മോളെ സാരി. വരാൻ കണ്ടി ഒരു നേരം. ശരി, അടുത്ത ഞായറാഴ്ചയോടെ ഒരു മുറിയെങ്കിലും പണി തീർക്കണം. ഓം വന്നാൽ എന്തെങ്കിലും ഒന്ന് കാട്ടി കൊടുക്കണ്ടേ? ഒന്ന് നിൽക്കണ്ടേ നസീമ? സേതാലി വരണമെന്ന് കേട്ടല്ലോ നസീമ. അധികം ഓടി ചാടി ദേഹം ഇളക്കണ്ട മോളെ. ആ കൊല്ലം കൊറേ കഴിഞ്ഞിട്ട് കൈ കിട്ടുന്നതല്ലേ. സേതാലി എന്നെ കാഴ്ചക്കും നോക്കിക്കോ. സേതാലി വരുമ്പോ കൊലത്തിൽ എന്റെ മുടി കാണേണ്ടത്. ഈ പോയി തോനെ ചെമ്പരത്തിന്റെ ഇല പറിച്ചിട്ട് വാ. നല്ല കാര്യം ഉണ്ടാക്കി തരാം. നസീമ മൊഞ്ചു നോക്ക. ഉമ്മ ഇപ്പൊ അങ്ങോട്ട് പോണത് വരുന്ന വയ്ക്ക് ഞമ്മള് കണ്ടു. ഈ കിടക്കെടുത്ത് വെച്ചോ. ശൈതാലിക്ക് വേണ്ടി മേടിച്ചതാ. ഓന് വേണ്ടി വരും. നല്ല പദമുള്ളതാ. ഒന്ന് കിടന്നു നോക്ക്. അന്നേയും ഈ കിടക്കനെയും ചേർത്ത് കിട്ടിയാല് പിന്നെ ചെയ്താല്. മാഷ് അറിഞ്ഞോ? നമ്മുടെ സേതാലി വരുന്നുണ്ട്. അപ്പോ കൃഷ്ണന് കോളായല്ലോ. എന്തു കോളാ മാഷെ? അല്ല മാഷെ, മാഷക്കും ഒന്ന് ഈ ദുബായിലൊക്കെ പോയി കൂടെ? ഓ, കൃഷ്ണൻ എന്താ NOC കച്ചവടം വല്ലതും ഉണ്ടോ? വീടിന്റെ പണി എവിടെ വരെ എത്തി? ഇനി എമ്പാടും ബാക്കിയുണ്ട്. സിമെന്റും കമ്പിയൊന്നും വന്നിട്ടില്ല. അന്നെ കാത്തിരിക്കാം നമ്മൾ. പോണതിന് മുമ്പ് അങ്ങോട്ട് മാറാൻ പറ്റോ? പറ്റാണ്ട് എന്താ ചെയ്താലി? ഇത്രയും പാടെ പണിയുണ്ട്. നമ്മളല്ലേ എന്റെ കൂടെ. ആളെ രാത്രി നിർത്തി പണിയെടുപ്പിക്കണം. എനിക്കൊന്ന് കുളിക്കണം. വെള്ളം ചൂടാക്കാം. വേണ്ട, പച്ചവെള്ളം മതി. ചൂടുള്ള രാജ്യത്തൊന്നും നോക്കരുത്. ഇനി ഇവിടെയും ചൂടാ. നീ എന്താ ഒളിച്ചു കളിക്കുന്നത്? എല്ലാരും ഞാൻ തച്ചുപിടിക്കട്ടെ.
വെള്ളം കോരി വെച്ചിട്ടുണ്ട്, മോൻ പോയി കുളിക്ക്. ഇതിന്റെ അകത്ത് എങ്ങനെ കുളിക്കുക? നല്ല സുഖ കുളിക്കാൻ. ഈ ഓലന്റെ അകത്തൊക്കെ തേരട്ട കാണുന്നത്. അകം നല്ല വെടുപ്പാ. ഇത് അപ്പടി പുക ചോദിക്കുന്ന നസീമ. എന്നാ എനക്ക് വേണ്ട. ഈയോന് ചായ കൊടുത്തില്ലേ? ഓന് വേണ്ടെന്ന് പറഞ്ഞു. അത് പോ ചോദിക്കുന്നെന്ന്. ആ പോട്ടെ, സാരില്ല. ഈ ചോറിന്റെ കാര്യം നോക്ക്. ഓന്റെ കൂടെ ചോറുണ്ട് ആരെങ്കിലും കാണും. ചോദിച്ച് സിമന്റ് മുഴുവൻ കിട്ടിയാല് കോൺക്രീറ്റിന്റെ പണിയും തേപ്പും തീരും. ഒന്ന് ഉത്സാഹിച്ചാല് അടുത്ത മാസം ഇങ്ങോട്ട് താമസം മാറ്റാം. ഇനിയും മേപ്പോട്ട് എടുക്കുന്നുണ്ടോ? യവൻ ആരടാ? സിമന്റിന് ഇനി ആരെയാ കാണണ്ടേ? എണ്ണം പറയാനാണെങ്കിൽ സിമന്റ് കമ്പനിയുടെ മുതലാളിനെ വരെ കാണണം. കിട്ടിയാൽ കിട്ടി, അത്ര തന്നെ. ഞമ്മള് വിചാരിച്ച സംഖ്യക്ക് തീർന്നു കിട്ടിയ ഭാഗ്യം. ഇവിടുന്ന് ഞാനൊരു വില എഴുതി കത്ത് അനക്ക് ദുബായി കിട്ടുമ്പോഴേക്കും എഴുതിയതിന്റെ ഇരട്ടി വില ഇവിടെ കയറും. പിന്നെന്ത് ചെയ്യും? ഇനി ബാക്കിയുള്ള പണികളും പെയിന്റിംഗ് എല്ലാം കൂടി ഒരു 20 തീരുമോ? 20? ഈ എന്തെടുത്താ പറയണേ? കുറഞ്ഞത് 35 വേണം. മമ്മദ്ക്ക, ബനിയൻ എങ്ങനെയുണ്ട്? കൊള്ളാം സഹകാരി, വാച്ചും കൊള്ളാം. മതി. കഴിക്കുമോനെ? മതി പെണ്ണെ. ദേ നോക്കിക്കേ, വയറിപ്പ് പൊട്ടും. നിങ്ങൾ വെള്ളം കുടി. നിങ്ങളുടെ ഹാലാക്കിലെ ഒരു തീറ്റി. അടച്ചോണാളായാലും ഇന്നായിട്ട് വയറ് നിറച്ച് ചോറും ഇന്നെ. ഇതെങ്ങനെ കരി പിടിച്ചേക്കുന്നു? നീ കത്തിച്ചോ, നല്ല വെളിച്ചുണ്ടാവും.
എന്റെ മുത്തിനെ ഞാൻ കാത്തെടുക്കായിരുന്നു. നീ എന്താ പെട്ടെന്ന് വരാഞ്ഞേ? വന്നവരൊക്കെ പോണ്ടേ, രാത്രിയാവട്ടെ, ഉമ്മ കിടക്കണ്ടേ? നസീമ, എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നിങ്ങൾ എന്തിനാണ് എങ്ങോട്ടോ പോയത്? അന്നെ ഒരു രാജകുമാരിനെ പോലെ നോക്കാൻ. ഞാൻ നിങ്ങളെ വിടൂല്ല. ഞാൻ പോകൂല. തീർച്ച. ആ, ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അനക്ക് കാണണ്ടേ? വേണ്ട. അതെന്ത്? എനിക്ക് അതൊന്നും വേണ്ട. പിന്നെ എനിക്ക് വേണ്ടത് നിങ്ങളെയാണ്. ഖബറിലേക്ക് താഴുന്നത് വരെ എന്റെ കൂടെ നിങ്ങൾ വേണം. എന്റെ നസീമ, നീ എന്താ മോളെ ആലോചിക്കുന്നത്? കണക്ക് കൂട്ടി കൂട്ടി മതിയേ. ഒരൊറ്റ കെട്ട് ബില്ല നമ്മൾ കയ്യിൽ തന്നു. പകല് മുഴുവനും എന്തൊരു തിരക്കായിരുന്നു. ആ മമ്മദൊക്കെയാ എന്നെ എല്ലാവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചത്. നിനക്ക് എന്ത് പറ്റി? മമ്മയൊക്കെ നിന്നെ പിടിച്ച് കടിച്ചിരുന്നോ? എനിക്ക് അയാളെ ഇഷ്ടമല്ല. ആ നോട്ടം കാണുമ്പോ. നിനക്കറിയില്ല നസീമ, ഉമ്മയും ബാപ്പയും എന്നോ നഷ്ടപ്പെട്ട് എങ്ങനെയോ ജീവിച്ച് ഈ നാട്ടിൻപുറത്ത് തെണ്ടിയാടുന്ന എന്നെ ഒരാളാക്കിയത് എനിക്കൊരു ജീവൻ തന്ന മമതയ്ക്കാണ്. എന്നെ ദുബായിക്ക് വിട്ടുപോലും അദ്ദേഹമാണ്. അയാൾ ഒരിക്കലും എന്നെ ശിക്ഷിക്കില്ല, രക്ഷിക്കുകയുള്ളൂ. ആ, അതൊക്കെ പോട്ടെ. ഞാനിവിടെ വന്നേ പിന്നെ ഒരു വാക്കുപോലും നീ എന്നോട് മിണ്ടിയിട്ടില്ല. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെ ഓരോന്ന് പറയും? അതിനെന്ത്, ആൾക്കാർ നമ്മളെ തിന്നോ? ആ, ചില സാധനങ്ങളൊക്കെ എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാവാടേനേക്കാൾ അനക്കല്ല സാരിയാണ്. ഫോറിൻ സാരി ഞാൻ 2 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ആ, നീ ഇത് കണ്ടിട്ടുണ്ടാ? ഇത് പാടുകയും ചെയ്യും, നമ്മൾ വരണ്ട പിടിക്കുകയും ചെയ്യും. അനക്ക് കാണണ്ടേ? ഇതാണ് അപ്പ. ആ, ഇനി നീ ഒന്ന് ചിരിച്ചേ. എന്നാലൊന്ന് കരയേ. എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഇതിനകത്ത് എങ്ങനെയാണ് പിടിക്കണമെന്ന് കാണിച്ചു തരാം. എന്തിടത്തും പിടിക്കാൻ? അന്നെ പിടിക്കാൻ. സുൽത്താൻ വന്നിട്ടില്ലേ ഉള്ളൂ. അപ്പോഴേക്കും മോള് പിണങ്ങിയാലോ? എവിടെ നിന്റെ സുൽത്താൻ? ഓലുറക്കോ?
രാത്രി നേരാ വെള്ളം ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? ഇതെന്തിനാ പാല്? ഞാൻ തടി വയ്ക്കണ? നസീമ പുറത്തേക്ക് വരുന്ന എവിടേക്ക്? നമുക്കൊരു മാറ്റിനിക്ക് പോവാം. ഇന്ന് ടാക്കീസിൽ പുതിയ സിനിമയാണ്. ഉമ്മയെ കൂട്ടണ? വേണ്ട, തനിച്ച്. പിടിച്ച കൊട പറക്കണ്ട. വരട്ടെ. ആ സമയമായി, ഒന്ന് വേഗം നടക്കും നസീമ. പൊരേന്റെ പണി തീർന്നേല് ഇനിയും വേണം എമ്പാടും പൈസ. പണി തുടങ്ങുകയും ചെയ്തു, ഞാൻ കുടുങ്ങുകയും ചെയ്തു. എന്റെ പെരയിലെ താമസം എനിക്ക് ശരിയാവണില്ല നസീമ. എങ്ങനെയും പണി തീർത്ത് നമുക്ക് അങ്ങോട്ട് മാറണം. നീ വാ. കടലാസ് ശരിയാക്കി ചോദിച്ചതിന്റെ പാതി സിമിലർ അടി. ഇപ്പൊ പോണം. ഇപ്പൊ തന്നെ പോണോ? പിന്നെ അല്ലാണ്ട് പിന്നെ ചെന്ന സാധനം ഉണ്ടാവില്ല. നിങ്ങളെങ്ങോട്ട്? സിനിമയ്ക്ക്. അത് പിന്നെ പോന്നു. സിമിലിയേക്കാ വരുന്ന സിനിമ. നസീമ ചെല്ലേ, നമുക്ക് നാളെ പോകാം. ഇത് കൊള്ളാം. രണ്ടുപേരും സിനിമയ്ക്ക് പോയിട്ട് ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും. ഓനക്ക് സിമിന്റെ വലത് ഞാനല്ല. ഞാൻ ഇനി എവിടെയും പോണില്ല. ചില ആണുങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഏത് സമയത്തും കൂടെ കിട്ടിയെന്ന് വരുമോ? ഇതൊക്കെ എന്റെ തലയിലെഴുത്ത. ഇത് ചെയ്താല് കൊണ്ടുവന്നതാ. നമുക്ക് വേറെ വല്ലതും പറയാം. അല്ലേല് ഞാൻ പുരയിലേക്ക് ചെല്ലട്ടെ? ഓല് ചിലപ്പം പെട്ടെന്ന് വന്നെങ്കിലോ? ആ, അല്ലെങ്കില് ഈയും പാടും. പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ തോന്നിയല്ലോ. ഇരിക്കും. ഇത് ചെയ്താലി കൊള്ളതാ മാഷെ. വല്ലാത്തൊരു സാധനം. ഇതൊന്ന് നിർത്തി തരും മാഷെ. ഇനി മാഷ് ഏതെങ്കിലും ഒന്ന് ഞെക്കി നോക്കി. അപ്പൊ ഞമ്മള് പറയുന്നത് ഓനിങ്ങോട്ട് പറയും. അതൊക്കെ അവൻ പിന്നെ പറയട്ടെ. ആട്ടെ, സീതാലി എവിടെ? പൊര പണിയുന്നോടത്തുണ്ടാവും. ഇപ്പൊ പോരാ പോരാന്ന് ഒരൊറ്റ ഭർത്താനേ ഉള്ളൂ. അല്ല, നസീമ ഇവിടെ ഉണ്ടായിരുന്നു. സീതാലി വന്നെന്നറിഞ്ഞു. അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. വന്നിട്ട് എനിക്ക് 12 ദിവസം കഴിഞ്ഞു. വെളിച്ചാവുമ്പോ പൊര ഉണ്ടാക്കണം അവിടെ ചെന്ന് ഒറ്റ ഇരിപ്പ. നേരത്തും കാലത്തും വർണ്ണങ്ങിലായി. വീട് പണിയുമ്പോ ആൾ അടുത്തുണ്ടാകണം, എങ്കിലേ വീട് ഉയരൂ. വേണം മാഷെ. ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചാക്കിയേ പറ്റുമോ? ആട്ടെ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമൊക്കെ തന്നെ. എന്നും അങ്ങനെ ഉണ്ടായാ മതി. സേതാലിക്ക് പടച്ചവനെക്കാണോ വലിയ ആയുസാണ്. മാഷി, ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാരെയും വന്ന് കാണണമെന്നുണ്ട് മാഷെ. പക്ഷെ സമയം കിട്ടണ്ടേ? അതൊന്നും സാരമില്ല സേതാലി. നിന്റെ പണി നടക്കട്ടെ. വന്ന് കണ്ടതുകൊണ്ടും കാണാതിരുന്നുകൊണ്ടും എന്താ നഷ്ടം, എന്താ ലാഭം? വീടിന്റെ പണിയൊക്കെ ഒന്നും ആയിട്ടില്ല മാഷെ. വിചാരിച്ച സംഖ്യയൊക്കെ കടന്നേക്കണം. പ്ലാൻ ഉണ്ടാക്കുമ്പം സിമെന്റിന് ഇട്ടിരുന്ന വില ഇന്നൊരു കല്ലിന്. എന്താ ചെയ്യുക?
എനിക്കിപ്പോ വേണ്ട. ഞാൻ മമ്മൾക്ക് എന്റെ കൂടെ വയറ് നിറച്ച് തട്ടിട്ടാ വരുന്നത്. പൈസ കുറേ ചെലവായി മാഷെ. സത്യം പറഞ്ഞ കയ്യിലുള്ള കാശ് മുഴുവനും തീർന്നു. ഞാൻ അടുത്ത ആഴ്ച തന്നെ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചിരിക്കുക. സെയ്താലി വന്നിട്ടിപ്പോ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. 2 മാസത്തെ അവധിയുണ്ട്. എന്നാലും ഞാൻ പോവാ. എങ്ങനെയെങ്കിലും ആ പുരയൊന്ന് തീർക്കണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ 4 കാശ് കയ്യിലെത്തണ്ടേ? അതും ഒരു കണക്കിന് ശരിയാ. പക്ഷേ മനുഷ്യനാവുമ്പോ പൈസ മാത്രം മതിയോ സെയ്താലി? മാഷക്ക് അറിയാഞ്ഞിട്ട് ഈ നാട്ടില് ഒരു 200 കൊല്ലം പണിയെടുത്താലും എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് 4 കാശുണ്ടാക്കാൻ കഴിയും. എല്ലാരും എല്ലാവർക്കും തോന്നും പോലെ ജീവിക്കും. മനുഷ്യന് പത്രാസല്ലേ വലുത്. ഞാൻ പോയിട്ട് വരാം. സെയ്താലി, നീ അന്യ നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. നാട്ടിൽ ആരെ വിശ്വസിച്ചാലും അതിനൊരു നിയന്ത്രണം വെച്ചാൽ കൊള്ളാം. സെയ്താലി പോകുന്നതിന് മുമ്പ് കാണണം കേട്ടോ. ഞാൻ ഇത്തവണ അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല മാഷെ. അടുത്ത തവണ വരുമ്പോ ഞാൻ മാഷക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊക്കെ വയസ്സായില്ലേ. ഈ ആവശ്യം ഒരു മീസാങ്കല്ലാണ്. അടുത്ത തവണ വരുമ്പോ അതിലൊന്ന് കൊണ്ടുപോവാ. നമ്മുടെ ഖബറിനൊരു പവറും കാണും. മാഷെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്താൽ കൊള്ളാം. ഞാൻ വരട്ടെ. എന്താ നസീമ, നീ ജയിച്ചു വരികയായിരുന്നില്ലേ? അപ്പൊ തന്നെ എന്തിനാ കളി കലക്കുന്നത്? ഒരു രസമില്ലടോ. എന്താ നസീമ, നീ സുൽത്താനോട് പിണക്കത്തിലാ? ഞാൻ എന്തിനാ പിണങ്ങുന്നത്? ഓല് പോവല്ലേ? പോകുന്നു. എവിടേക്ക്? ദുബായിക്ക്. ഞാൻ ആലോചിക്കുന്ന അതില്ല. ഇത്ര പെട്ടെന്ന് പോകാനെ കൊണ്ട് ഓല് പിന്നെ എന്തിനാ വന്നത്? ആ ചെലവായ പൈസക്കും കൂടി സിമന്റ് വാങ്ങാനി അല്ലേ? പക്ഷെ അവരെപ്പോഴാ പോകുന്നത്? മറ്റന്നാള്. പോട്ടെ, പോയിട്ട് പൂതി തീരുന്നവരെ ദുബായിൽ കൂടട്ടെ. എന്തെങ്കിലും ആവശ്യം കാണും നസീമ, അല്ലാതെ അവര് പോകുമോ? നീ വാ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. വാ. എത്ര കൊല്ലം കല്യാണം കഴിയാണ്ട് ജീവിച്ചാലും വേണ്ടൂല. കൂട്ടത്തില് കഴിയാണ്ട് ദുബായില് പോണ ആരെയും ഉഷ കല്യാണം കഴിക്കരുത്. എന്തിനാ ദുഃഖിച്ച് ചാവണ? മറ്റന്നാൾ ബോംബെ എത്തണമെങ്കിൽ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോണം. പുരേന്റെ പണി തൽക്കാലം നിർത്തിവെക്കുക. കാശ് കുറെ കൂടെ വന്നിട്ട് ഒറ്റയടിക്ക് തീർക്കാം. മമ്മദ് കാ എല്ലാം നോക്കിക്കോളും. ഇത്തിരി വെള്ളം തരി.
അതൊക്കെ വിഷമുണ്ടോ നസീമ? അനക്ക് എന്ത് വേണേലും എനിക്ക് എഴുതണം. ഞാൻ അയച്ചു തരാം. 1 കൊല്ലം കഴിഞ്ഞ് ഞാൻ വരും. നീ നോക്കിക്കോ, 1 കൊല്ലം ഇതാന്ന് പറയുമ്പോ കഴിയും. സമയം ഒരുപാടായി. ഞാൻ വണ്ടി അടുക്കി എനിക്കാം. ഞാൻ പോട്ടെ നസീമ. പോയിട്ട് വരട്ടെന്ന് പറ മോനെ. കരയാതെ നസീമ, വാ, നമുക്ക് അങ്ങോട്ട് പോകാം. വാ. അല്ല നസീമ, ചെയ്താല് പോയെന്ന് കേട്ടല്ലോ. എന്താ ഇത്ര പെട്ടെന്ന് പോയേ? എനിക്കറിയൂ. ചെയ്താലും എനക്കൊന്നും കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു, ഇത്രയും നീട്ടത്തില്. വാ പോവാ. ചെയ്താലും പോയാൽ എന്നോടാ മോളെ കയറുവോ? അരുണകിരണമണിഗോപുരവാതിൽ 1000 ദീപങ്ങൾ തെളിഞ്ഞു. നക്ഷത്ര കർപ്പൂര നാളങ്ങൾക്കിടയിൽ പ്രത്യുഷദേവി തന്നട തുറന്നു. അരുണകിരണമണിഗോപുരവാതിൽ 1000 ദീപങ്ങൾ തെളിഞ്ഞു. താരും തളിരും മന്ദസമീരനും തപസ്യയിൽ നിന്നുമുണർന്നു. താരും തളിരും മന്ദസമീരനും തപസ്യയിൽ നിന്നുമുണർന്നു. അണ്ടചരാചരമഖിലം മുന്നിൽ, അണ്ടചരാചരമഖിലം മുന്നിൽ ദണ്ഡ നമസ്കാരം തുടർന്നു. പദവമപദ ദ
ധനി ദപമ പദ നീ സ ധനി ധനി ദപമ ദപമഗരി രേ സ നീ ദ പമ പമഗരി സ അരുണ കിരണ മണി ഗോപുരവാസിനിൽ 1000 ദീപങ്ങൾ തെളിഞ്ഞു. മധുപനും ശലഭവും കിളികുലവും മന്ത്രസ്തുതി ഗീതങ്ങൾ പാടിപ്പറന്നു. ഒരു ഞൊടി നിർത്താതെ തുടർന്നു ചുറ്റിലും, ഒരു ഞൊടി നിർത്താതെ തുടർന്നു ചുറ്റിലും ശയന പ്രദക്ഷിണം ഭൂമി. പ പ പദപമപദ ധ ധനി ദപമ പദ നി സ ധനി ധനി ധപമ ദപമഗരി രേ സ നി ധ പമ പമഗരി സ അരുണ കിരണ മണി ഗോപുരവാതിലിൽ 1000 ദീപങ്ങൾ തെളിഞ്ഞു. നക്ഷത്ര കർപ്പൂര നാളങ്ങൾക്കിടയിൽ പ്രത്യൂഷ ദേവി തന്നട തുറന്നു. അരുണ കിരണ മണി ഗോപുരവാതിലിൽ 1000 ദീപങ്ങൾ തെളിഞ്ഞു. എന്താണമ്മ? കുത്തി പറിക്കുന്ന പോലെ. നമുക്ക് ആശുപത്രി പോ. മോള് ചെന്ന് ആ മമ്മത്തിനോടൊന്ന് ഇവിടം വരെ വരാൻ പറ. അയാള് വേണ്ട. ഇവിടെ ഉണ്ടോ വേദന? നെഞ്ചിന്റെ അകത്ത് ആരോ കല്ല് കെട്ടി താക്കണ പോലെ. ഹെഡ്മാഷെ വിളിക്കാം. ഓലക്ക് ഇന്ന് സ്കൂളിലല്ലോ. ഓല് വരും. അവിടെ ഇല്ല. നമുക്ക് ഒറ്റയ്ക്ക് പോ. ആരെങ്കിലും വിളിക്കണം മോളെ. ആരും വേണ്ട. ഉമ്മ വാ. ഈ പോരെ എന്നാ പഠിച്ചവനെ ഒന്ന് തീർന്നു കിട്ടുക. എടുത്താ പൊന്താത്ത പണിക്ക് എന്തിനാ ഈ പുയ്യാപ്പട ഇറങ്ങിയത്? കുട്ടി അറിയണ്ട, അമ്മയ്ക്കൊന്നുമില്ല. കുട്ടി അറിയണ്ട, അമ്മയ്ക്കൊന്നുമില്ല.
വെറുതെ ഒന്ന് തലയിറങ്ങിയല്ലേ. ഇപ്പൊ ശരിയാ, നോക്കി ഉമ്മക്ക് വീശിക്കൊടു. ഇനിയും കുറച്ച് എഴുന്നേറ്റിരിക്കാം. അതൊക്കെ കുറച്ച് വെള്ളം കുടിക്കാൻ തരട്ടെ. കുടിച്ചോളൂ. കുറച്ചു നേരം കിടന്നിട്ട് ക്ഷീണം എല്ലാം മറന്നു പോയാൽ മതി. ഉമ്മയ്ക്ക് ഞാൻ ചായ ഉണ്ടായി തരാം. ഒരു ചൂടുള്ള ചായ നല്ലതാ. എന്താ നിങ്ങക്ക് വേണോ? എനിക്ക് ഭാഗ്യമുണ്ടെന്ന് മാത്രം വിചാരിച്ചാ മതി. ഭാഗ്യം ഉണ്ടോന്നാ മാഷെ. അതുകൊണ്ട് തന്നെയാ ഇത്രയും പോണ ഒരു ഉരുളങ്കല്ല ആ ഇടവഴിയിൽ കിടക്കണത്. അതിന്റെ പുറത്തേക്ക് ചക്ക വെട്ടിയിട്ട പോലെ ഉമ്മാട് രണ്ട് കണ്ണും അങ്ങ് മേലോട്ട് പോയി. ഓള് പറയുന്ന പോലെ ഒന്നും ഇല്ല മാഷെ. ആ കുട്ടി കണ്ടതല്ലേ. എന്നാ ഓനോട് ചോദിച്ചു നോക്ക്. എന്തായാലും രവി കണ്ടത് നന്നായി. ആ കുട്ടിക്ക് കൊണം കിട്ടും. സത്യം പറഞ്ഞാല് ഞാൻ വീണോന്ന് കണ്ടപ്പോ പടച്ചോനെ എന്നോട് അവിടെ തന്നെ വീണോളാൻ പറഞ്ഞു. വീണ വകയില് ഉമ്മാക്ക് ഓസിലൊരു ചായയും കിട്ടി. അതാരാ തന്നത്? ആ മാഷ്. ഈ പൊടി എന്നാ ഉമ്മയും മോളും കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങ് പോട്ടെ. വേണ്ട, എഴുന്നേൽക്കണ്ട, ഞാൻ പോവാം. മാഷ് ഇനി പോട്ടെ നസീമ. വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? വല്ലവന്റെ പിന്നാലെ പോണേനോ? അതിന് മാത്രമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. എനിക്കൊന്ന് തല കിട്ടി, അത്ര തന്നെ. എന്നിട്ട് കണ്ട കാബറിന്റെ പേരിൽ കിടക്കേണ്ടി വന്നില്ലേ? നമുക്ക് ഓന് കാഫറാണെങ്കില് ഓനക്ക് നമ്മളും കാഫറല്ലേ? ഇതുണ്ടായി നിങ്ങൾ വഴി കിടന്ന് തൊള്ള പറഞ്ഞാൽ ചെയ്താലി എന്നോടാ ചോദിക്കുക. തൊള്ള തുറന്ന ഓലിക്കെന്തിരിക്ക പുലി കുത്താ ഓൻ ദുബായിന്ന് വരും. ഇപ്പൊ തൊള്ള തുറന്നെന്ന് തോന്നിയപ്പോ ഇവിടെ കണ്ടത് എവിടുന്നോ വന്ന ആ കുട്ടിയല്ലേ? ഈ പൊയ്ക്കോ മമതെ, വെറുതെ വേണ്ടാതേനും പറഞ്ഞ് നേരം കളയണ്ട. എനിക്കൊന്നും ഉണ്ടായിട്ടുമില്ല, ഇവിടെ ആരൊന്നും ചെയ്തിട്ടുമില്ല. പോരെ? എന്താ രണ്ടുപേരും കൂടി ഈ വഴിക്ക്? എവിടേക്കാ കൂട്ടുകാരെയും കൂട്ടി പോകുന്നത്? ഞങ്ങൾ ആടിനെ മേയ്ക്കാൻ വന്നതാ. എന്നിട്ട് നിങ്ങളാണല്ലോ ഇവിടെ മേയുന്നത്. ഞങ്ങൾ മാത്രമല്ലല്ലോ, ഞങ്ങൾ വരുന്നതിന് മുമ്പ് വന്നല്ലേ മാഷ്. ഞാനും മേയാൻ വന്നതാണെന്ന് വെച്ചോ. ഇവിടുത്തെ പുല്ലൊന്നും വലിയ സ്വാദില്ല. ഞാൻ ദാ അപ്പുറത്തെ കുന്നിലേക്ക് പോവാണ്. നിങ്ങൾ വന്നാലേ വന്നാല് 1001 രാവിലെ കഥ പറഞ്ഞുതരാം. എന്താ? ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ എന്നും മേയാറുള്ളതാണ്. മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇതാ അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട്. നല്ല രസമാണ് അവിടെ. മാഷൊക്കെ പേടിയാവില്ലേ? എന്തിന്? ഇവിടൊക്കെ പാമ്പുണ്ടാവും. ഓ, ആ നസീമയുടെ ഉമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഉമ്മയെ കാണാറേ ഇല്ലല്ലോ. പുറത്തേക്കെങ്കിലും പോവാറില്ലേ? ഉമ്മാക്ക് നല്ല സുഖമുണ്ട്. ഉമ്മയോട് ഞാൻ ചോദിച്ചത് പറയണം കേട്ടോ. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം, ഉമ്മയൊന്ന് കാണാലോ. അപ്പൊ എന്റെ വീട്ടിലേക്കും വരണം. അങ്ങനെ വെറുതെ വിളിച്ചാലൊന്നും വരാൻ പിന്നെ പറ്റില്ല. കാർ അയക്കണോ? എഴുന്നള്ളിക്കാനൊരു ആനയും താലപ്പനി പിടിക്കാൻ കുറെ പെൺപിള്ളേരും. ഇവിടെ ഇപ്പോ ഞാനും ഇവളും മാത്രമേ ഉള്ളൂ. പുതിയാപ്പിള വേണ്ട, ഞാനൊന്നും പറയണില്ല. ഒരു വീട്ടിലെ
രണ്ടുപേരൊക്കെ അധികമല്ലേ? ഉഷേന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. ഏത് നേരം നോക്കിയാലും ഓളാ ഇവളുടെ ഒപ്പര ഉണ്ടാവുക. എവിടെ പോകുമ്പോഴും ഒന്നോലും ഉഷ അല്ലെങ്കിൽ ഒരു ആട്. ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാണ്ട് ഇന്റെ മോക്ക് വഴി നടക്കാൻ പറ്റൂല. വലിയ വലിയ പണക്കാര് നടക്കാൻ പോകുമ്പോ നായ്ക്കളെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകാറുണ്ട്. അതുപോലാണ് നസീമ. എവിടെ മോന്റെ നാട്? അതൊക്കെ കുറച്ച് അകലെയാണുമ്മ. ഒരേ അച്ഛനമ്മയ്ക്കുണ്ടല്ലോ. അച്ഛൻ കുറച്ചു കാലം മുമ്പ് ഇപ്പൊ വരാന്നും പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി. ഇപ്പോ ഞാനും അമ്മയും മാത്രം. അപ്പൊ എന്നേക്കാളും വിഷമത്തിലായിരിക്കും മോന്റെ അമ്മ. എനിക്കിവിടെ എന്റെ മോളെങ്കിലും അടുത്തുണ്ടല്ലോ. എല്ലാം തിന്നണം, നമുക്ക് പാത്രം മാത്രം മതി. ആഹാ. ഞാൻ കരുതി പാത്രം എനിക്കാണെന്ന്. ഈ ആടിനെ നസീമ പറഞ്ഞു കൂപ്പിച്ചതാ? ഏയ്, അതിന് ഇങ്ങടെ പാട്ട് ഇഷ്ടാവാത്തോണ്ട് കൂവിതാ. അത് പോട്ടെ, നസീമയ്ക്ക് പാട്ട് ഇഷ്ടായോ? അയ്യോ, പാട്ടും പാടി നടക്കുന്നതിനിടയിൽ ഇത് പോസ്റ്റ് ചെയ്യാൻ മറന്നു. ഇനി 1.5 നാഴി നടക്കണം. അമ്മയ്ക്ക് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. ഇപ്പൊ നോക്കി 2 ചെറുപ്പേ കഥ കുറച്ചില്ല. ചെയ്താലി പോയതുകൊണ്ട് ഇപ്പൊ ഗുണം കിട്ടുന്നത് എവിടെന്നെങ്കിലും വന്നവരിക്കാ. കുറെ കാലം ആയ ഉണപ്പിച്ചു തുടങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കണ്ട ആണുങ്ങൾ വിലസണത്. എന്താ നസീമ തനിച്ച്? ഉഷ എവിടെ? അമ്മാവിന്റെ പുരയില്. നസീമ എന്താ അമ്മാമ്മ വീട്ടിലൊന്നും പോവാത്തെ? എനിക്കിവിടെ അമ്മാവന്മാര്. അമ്മയ്ക്ക് പിന്നെയും കത്തയച്ചോ? ഉവ്വ്, അതിനുശേഷം 7 കത്തയച്ചു. റബ്ബേ, എന്നിട്ട് മറുപടി കിട്ടിയോ? ഇല്ല നസീമ. ഇതെന്ത് പുസ്തകമാണ്? കഥയോ പാട്ടോ? ഹലോ, ഇംഗ്ലീഷാ? നസീമയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല? ഇംഗ്ലീഷിൽ പേരെഴുതാനും അറിയില്ല? അയ്യേ, അതൊക്കെ മോശമല്ലേ നസീമ? ഒരു കാര്യം ചെയ്യാം, വാ ഞാൻ പഠിപ്പിച്ചത്. സെയ്താലി. ഇനി ഇംഗ്ലീഷ് പേരെഴുതാൻ അറിയില്ല എന്ന് പറയത്തില്ലല്ലോ. നോക്കൂ, ഇന്ന് തന്നെ നസീമ ഞാൻ ഇംഗ്ലീഷ് കോഴ്സ് ആക്കും. നസീമ. ഉഷ എന്നെങ്ങനെ എഴുതുക? ഉഷ? ഓ, അത് ഇത്തിരി കടുപ്പമാ.
USHA. ഉഷ. ഇനി ആളുടെ പേര് എഴുതണം. അതിന് 4 അക്ഷരല്ലേ ഉള്ളൂ. എന്റെ പേരായി. ഞാൻ 8ാം ക്ലാസ്സിൽ 3 കൊല്ലം ഇരുന്നേക്കണ്. മണം മതിയെങ്കിലേ മാഷ് പാക്കറ്റ് കൊണ്ടുപോയിക്കോളി. തിരി ഇവിടെ തന്നെ വെച്ചേക്കാം. ഓ, ഇക്കണക്കിന് കാശോറെ ഉണ്ടാക്കും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ മാഷേ. ആ ദാ, മാഷക്ക് സംശയം ഉണ്ടെങ്കിലേ നസീമാനോട് ചോദിച്ചു നോക്ക്. ശരിയാണോ നസീമ കൃഷ്ണൻ പറഞ്ഞത്? നമ്മളൊന്നും കേട്ടില്ലല്ലോ. ഓ, കേട്ടെങ്കിലും ഒരു അഭിപ്രായം പറയാവുന്നുണ്ടോ? അല്ല, നിങ്ങൾ പരിചയക്കാരാ? പിന്നെ ഞങ്ങൾ വലിയ പരിചയക്കാരല്ലേ, ഇല്ലേ നസീമ? ഞാനും ഉഷയപ്പോഴും ഇന്നലെ ആ വഴിക്ക് പോയപ്പം നിങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ. ഞാനൊരു സ്ഥലം വരെ പോയിരുന്നു. ഞങ്ങളോട് പാടാന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും പാടുത്താന്നില്ലല്ലോ. എത്ര പാട്ട് പാടും പാടത്തില്ലല്ലോ. പോരെ ആട് പ്ലാവിലാതിരിക്കും. ഇത് നാളേക്കാ. എന്താ ആടൊരു ഞായറാഴ്ചയാണോ? എന്ത് ദശി? നിങ്ങൾ എന്നെ എന്തോ പറഞ്ഞു മക്കാറാക്കിയതാണല്ലേ. അതെന്താ നസീമ, ഞാൻ നസീമ മക്കാറാക്കൂ? ഈ സരിഗമ അല്ലാണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടറിയോ? നിങ്ങളുടെ പാട്ടോ? ആ, മാപ്പിളപ്പാട്ട്. ആ, ഇഷ്ടം പോലെ. എത്ര പാട്ട് വേണം? എന്നാ പാടിത്തരുമോ? എന്നാല് പാട്ട് കേൾക്കാൻ ആടിനെയും കൂട്ടി വരാം. അനക്കതൊക്കെ വെറുതെ തോന്നണ്ട. ഓക്കിപ്പോ തക്കരിക്കാൻ ഒരു കാഫറിന് കിട്ടിയുള്ളൂ. ആ കുട്ടീനെ എനിക്കറിയാം. ഓനെ ഈ വിചാരിക്കും പോലെയല്ല. ഞമ്മളൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിക്കേണ്ട നിങ്ങളല്ലേ. ഓൾ ആരെയും തൂക്കി നടക്കുന്ന നാട്ടുകാർ കണ്ടാൽ എങ്ങക്കോ ചെയ്താലിക്കോ എനക്കോ ഒരു ചുക്കുമില്ല. പക്ഷേങ്കി ഇതങ്ങനല്ല. അത് ഓക്കൊന്ന് പറഞ്ഞു കൊടുക്കി തിരിഞ്ഞെങ്കിൽ ഓക്ക് നല്ലത്. ഇത് കാണാൻ തുടങ്ങി ഇന്നും ഇന്നലെ അല്ല, കാലം കുറച്ചായി. എന്നിട്ട് അനക്ക് പറയാൻ നേരം കണ്ടത് ഇപ്പോഴാണ്. ആ, ഇനി കണ്ടു തെറ്റിക്കൂല. എല്ലാം കേട്ടില്ലേ? ഈ ദുനിയാവില് വിചാരണ ചെയ്യുന്നവരാ കൂടുതൽ. ഓലെ കണ്ണില് കുറ്റം ചെയ്യുന്നവര് അന്നെ പോലത്തെ ചിലര്. അതെനിക്ക് തെരിയൂല്ലേ? ഇതിറ്റേല് ഒരു 10 കത്ത് ബൈക്ക് ചെല്ലുമ്പോ സംഗതി ജോറാവും. ഓട വിലശല് മമ്മദ് വരച്ച വരയില് നിർത്തും. ഏത് നാട്ടിനാടാ പറഞ്ഞത്? അനക്ക് വേറെ ആരും കിട്ടിയില്ലേ ഹിമാറെ കൊഞ്ചിക്കാൻ? ഓള് ചെയ്താലിന്റെ കെട്ടിയോളാ. ഓളെ ഓട്ട വാട്ടിന് വിടുന്ന അനക്ക് നല്ലത്. ഇല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോ
എന്റെ മോനൊത്തുണ്ടം കയറൂടെ കരുതേണ്ടി വരും. എല്ല് കെട്ടിക്കൊണ്ടുപോവാനേ. നോക്കി നടന്നോക്കി മാറേ, മുഖം ചെളി കുത്തണ്ട. എവിടുന്നാ അന്റെ കഥച്ചോണ്ടുള്ള ഒരു വരവ്? കെട്ടിമറിച്ചിലും നെട്ടോട്ടോ ഓടലും ഒന്നും ആരും അറിയുന്നില്ലെന്നാ അന്റെ വിചാരം. പുയ്യാപ്പഴന്റെ എത്ര വലിയ ചങ്ങാതിയായാലും വേണ്ടില്ല, ഓന്റെ എപ്പോഴെപ്പോഴുള്ള വരവ് അത് ഞാൻ നിർത്തും. അറിഞ്ഞു വെച്ചാ മതി. ഇനി ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് കുഴപ്പമാവണ്ട. കുഴപ്പമുണ്ടായാലെന്താ, ഓരോന്ന് വിഴുങ്ങോ? പാത്തും പതികിട്ടല്ല ആരും പുറയിലേക്ക് വരില്ല. ശൈത്താൻ. വരികടാ. അവര് പൊരയിലും കയറി തല്ലും. അങ്ങനത്തെ വാഹകളാ. ഞാനിത് മാഷോട് പണ്ടും പറയാറില്ലേ, മാഷും കരുതിയില്ല. ഒന്നും അറിയാത്ത നാട്ടുകാരെ ഇളക്കാൻ ഒരു തെമ്മാടി മതി. ആ മമ്മദ് 100 തെമ്മാടി ചേർന്ന ഒറ്റ വിത്ത. നസീമയും എന്നെ പറ്റി മാഷ് തെറ്റാ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇതെന്തൊരു ചോദ്യമാണ് മാഷെ. എനിക്കങ്ങനെ തോന്നിയാൽ ഞാനൊരു മനുഷ്യനാണ്. എനിക്കത് മതി. മറ്റുള്ളവരെന്ത് വേണേ പറഞ്ഞോട്ടെ, ഞാനൊന്നും കാര്യമാക്കുന്നില്ല. വാശിയൊന്നും വേണ്ട രവി. അതുകൊണ്ട് കഷ്ടപ്പെടുന്നത് ആ പെൺകുട്ടിയാ. രവിക്ക് ആ നായ്ക്കളെ അറിയാഞ്ഞിട്ടാ. തനി നാൽക്കാലികളാ. ആകെപ്പാടെ അടിച്ചു നിരപ്പാക്കി എന്നാ കേട്ടത്. ഒട്ടാത്ത ഒരൊറ്റ സാധനം പോലും ആ മാഷ്ട മുറിയിലില്ല. ആ മാഷ് എന്തിനാണ് ഈ പെണ്ണിന്റെ പിന്നാലെ കൂടിയത്? ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, ചെള്ള പോയപ്പോഴല്ലേ ആണുങ്ങൾക്ക് ബുദ്ധി വരൂ. പക്ഷെ ഈ മാഷ് അത്തരക്കാരനല്ല.
ഇതിന്റെ ഗുട്ടൻസ് വേറെയാ. അത് തച്ചുടച്ചോർക്കും ആ മാഷ്ക്ക് നല്ലോണം അറിയാം. എന്താ മാഷെ ഒരു ഉഷാറില്ലാത്തതുപോലെ? ഏയ് ഒന്നുമില്ല. മാഷെ പറ്റി ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഏതോ ഒരു മുസ്ലിം പെണ്ണിനെയും മാഷയും ചേർത്ത് ചിലതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മാഷെ. അവളുടെ ആൾക്കാരെല്ലാം കൂടി മാഷയുടെ വീട്ടിൽ കയറി എല്ലാം തല്ലി ഉടച്ചെന്നോ? അല്ല, ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് ചോദിക്കുക. ഇത്തരം ബന്ധമൊക്കെ ഒരു ഒരു സ്കൂൾ മാസ്റ്റർക്ക് ചേർന്നതാണോ? ശേഖരൻ മാസ്റ്റർക്ക് എന്നോട് അസൂയൊന്നും തോന്നില്ലല്ലോ. ഹേ, ഞാനെന്തിനു അസൂയപ്പെടണം? ആ, അതൊക്കെ ഓരോരുത്തരുടെ യോഗമല്ലേ. അങ്ങനൊന്നും പാടില്ല മാഷെ. മാഷ് അസൂയപ്പെടണം, അസൂയപ്പെട്ടേ പറ്റൂ. അല്ല, ശേഖരൻ മാഷ് പറയാനുള്ളത് പറയട്ടെ. ഞാൻ സ്നേഹം കൊണ്ട് ചോദിച്ചതാ, അല്ലാണ്ട് ഉടക്കാനൊന്നും വന്നതല്ല. നസീം എങ്ങനെ തുടങ്ങിയാല് ഞാൻ ഒന്നും നിന്നോട് പറയില്ല. മാഷക്കൊന്നും പറ്റിയിട്ടില്ല. വീട്ടിലെ സാധനങ്ങളൊക്കെ ആരും മറിച്ചിട്ടതാ. എന്താ നസീമ? ആൾക്കാര് പുരയില് വന്ന് ഒക്കെ തച്ചു പൊട്ടിച്ചു അല്ലേ? ഓ, അതോ? അത് ചില റൗഡികൾ. അതല്ല, ഓല് കരുതി കൂട്ടി ചെയ്തതാ. ഞാൻ നിങ്ങളോട് കൂട്ടുകൂടിയത് കണ്ടിട്ടാ ഓലത് ചെയ്തത്. ഏയ്, അതൊന്നുമില്ല നസീമ, ഒന്നുമില്ല. അത്രക്കാർ എവിടെയും കാണും. എനിക്ക് അവരെ ഭയമൊന്നുമില്ല. വേണ്ട, നിങ്ങളൊന്നിനും പോണ്ട. നമ്മളിനി കാണണ്ട, ഒരിക്കലും കാണണ്ട. വഴിയിലിറങ്ങി നടന്നുകൂടാ. ചെല്ലുന്നിടത്തെല്ലാം വായിക്കൊള്ളാത്താണ് ആളുകൾ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ ഇറക്കണ്ട. പുറത്തുനിന്നിറങ്ങി നോക്കി നിങ്ങൾക്ക് കാണാം. ഉമ്മാക്കെല്ലാം അറിയാം. ഓന്റെ മുഖം അടച്ചാട്ടാൻ ഉമ്മാക്കറിയാം. പക്ഷെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ആളുകൾ പിന്നെയും കൂട്ടി പറയും. അങ്ങനെയാ മനസ്സിൽ. അതാവും നല്ലത്. ദേവി ഒരു സാധുവാണ്. പക്ഷേ എത്ര സാധുവായാലും വല്ല വാശിയോ വൈരാഗ്യമോ തോന്നിയാലോ? മാഷ് തീരുമാനിക്കൂ. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. രവി ഒരു റിക്വസ്റ്റ് ട്രാൻസ്ഫറിന് നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ആ പേപ്പറിന്റെ പുറകെ ഒന്ന് ഓടി നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ അതാണ് മാഷ് നല്ലത്. രവിക്കിപ്പോ ഒരു ട്രാൻസ്ഫറാണ് ആവശ്യം. ആ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ചെയ്താൽ എന്റതാ. അതെ, പോട്ടെ. എന്തി ഓനെ എഴുതിയത്? ഓലെ
എന്തൊക്കെയോ വേണ്ടാത്തൊക്കെ കേൾക്കുന്നുണ്ടത്രേ. ആരെ പറ്റി? അതിപ്പോ അവനോട് ആരാ ഇല്ലാത്തതൊക്കെ അവിടെ പോയി പറഞ്ഞത്? അതിന് ഈ എന്തിനെ കണ്ട് വിതുങ്ങാന്ത്? അനക്ക് എഴുത്തറിയൂല്ലേ? അന്റെ മനസ്സിലുള്ളത് ഈ ഓല ഇത്. അന്റെ എഴുത്താണോ അത് ആരാന്റെ ചൊറിച്ചിലാണോ? ഏതോ ഓന് തിരിയാൻ നോക്കാതെ. നസീമയ്ക്ക് അറിയില്ല. എനിക്ക് അന്നെ നല്ല വിശ്വാസമാണ്. പക്ഷെ പലരും പലതും എന്നെ പറ്റി എനിക്ക് എഴുതുന്നു. ഏതാണ് ആ മാഷ്? അടുത്തവണ നാട്ടിൽ വന്നാൽ അയാളെയും അന്നെയും പറ്റിയുള്ള കഥകളാണ് ഞാൻ കേൾക്കേണ്ടി വരിക. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ല.
എന്താ നമ്മളൊക്കെ കത്തില് നല്ല കനത്തിലാണല്ലോ അയച്ചത്. ഇപ്പൊ ഇത്തിരി കനത്തിലാ. വെടിമരുന്ന എന്താ പൊട്ടോ? അങ്ങ് ദുബായി ചെല്ലുമ്പം പൊട്ടും. ഇത്തവണ ഘോഷയാത്രയിൽ 3 ആന ഉണ്ടാവും. നമുക്ക് നേരത്തെ സ്ഥലം പിടിക്കണം. ഞാൻ എവിടേക്കും ഇല്ല. തീയുണ്ട് എറിയണ പോലെ ആൾക്കാർ നോക്കുന്നത്. അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? ഞാൻ വരണില്ല. വാടോ, വാ നസീമ. നമുക്ക് അത്ര ദൂരത്തേക്കൊന്നും പോകണ്ട, അങ്ങോട്ട് മാറി നിൽക്കാം. നല്ല രസം ഉണ്ടാവൂടോ. എന്താ ഉത്സവത്തിന് പോകുന്നില്ലേ? ഞാൻ നസീമയെ എവിടെ വെച്ച് കാണും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കണ്ടത് നന്നായി. എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. നാളെയോ മറ്റന്നാളോ പോകും. നസീമയെ കണ്ട് പറയണമെന്നുണ്ടായിരുന്നു. ഏതായാലും കണ്ടല്ലോ. ഞാൻ പോട്ടെ. എന്തെങ്കിലും കാണാം. പോട്ടെ വിഷയം. മോനെ, നമുക്കൊന്ന് കാണണം. ഈ ജാതി വകളൊന്നും അധികം ശ്വാസം വിടരുത്. കാത്തു വെക്കണത് നല്ലത്. വേഗം കരുത്തിന് പിടിക്കണ. എന്താ
മമ്മതും കുറെ ആൾക്കാരും ചേർന്ന് കാവിന്റെ അടുത്ത് വെച്ച് മാഷ അടിച്ച് നിലത്തിട്ടു. മാഷ കിടന്ന് പിടയ്ക്കുന്നു. എനിക്ക് വെള്ളം തന്നതിന്റെ കൂലിയാ പടച്ചോൻ ആ കുഞ്ഞിന് കൊടുത്തത്. ഓനെ എല്ലാരും പാടെ തല്ലണ്ടായിരുന്നു. അതിന് പകരം ഓർക്ക് എന്നെ തല്ലായിരുന്നു. എന്താ എല്ലാരും പാടെ? പടച്ചോനെ, എന്താ കാര്യം? ഒന്ന് വേഗം പറയേ. പറഞ്ഞു കൊടുക്കി, ഇത്തിരി ഒച്ചക്ക് പറഞ്ഞോളി, നാലാള് കേക്കട്ടെ. നിങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ട് തന്നെയാണ് ഇങ്ങനൊക്കെ വന്നത്. പടച്ചോനും മനസ്സിനും പൊറുക്കാത്തൊന്നും ആരും ചെയ്യരുത്. നിങ്ങളുടെ മോളെ, അതായത് നസീമാനെ ഓടെ പുയ്യാപ്പിളയായ സെയ്താലി സാക്ഷി ഒപ്പിട്ട് മൊഴി ചൊല്ലി അയച്ചിരിക്കുന്നു. ആ വിവരം പറയാനാണ് നമ്മൾ വന്നത്. ഇനി സെയ്താലി നസീമാന്റെ ആരുമല്ല. നസീമയുടെ ഉമ്മ മരിച്ചു. പടച്ചോനെ ചതിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രവിക്ക് അസുഖം വളരെ കുറവുണ്ട്. എന്നാലും 5-6 ദിവസം കിടക്കണം. രവിയുടെ അമ്മ ഇനിയും പോയിട്ടില്ല. ഇന്നലെ ഞാൻ പോയപ്പോ നല്ല ഉറക്കമായിരുന്നു. വല്ലാത്തൊരു സംഭവം. ആ പെൺകുട്ടിയുടെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ആ മമ്മദ് ഒരുത്തനാണ്. ആ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ. ഞാൻ ഇന്നും രവിയെ ഒന്ന് കാണാൻ പോവുകയാണ് മാഷെ. നസീമ, നസീമ എവിടെ പോയി? നസീമ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. നസീമ, മോളെ നസീമ, മതിയാക്കും മോളെ. മോളിവിടെ ഒറ്റയ്ക്ക് കഴിയണ്ട. എന്റെ കൂടെ വന്ന് താമസിക്കും. നസീമ എഴുന്നേൽക്ക്. കരഞ്ഞിട്ട് ഫലമില്ല മോളെ. എല്ലാം സഹിക്കും. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. പടച്ചോന് ഇഷ്ടമുള്ളവരെ പടച്ചോൻ പരീക്ഷിക്കും. നോക്കറിയാവൂ, എനിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് എന്റെ ഉമ്മ മരിച്ചതെന്ന്. സാരമില്ല മോളെ. വഴിമുട്ടിക്കുന്ന പടച്ചോൻ തന്നെ വഴി കാണിക്കാതിരിക്കുകയില്ല. സമാധാനപ്പെടും.
മിസ്റ്റർ രവി, ഇപ്പോഴെങ്ങനെയുണ്ട്? ശകലം കുറവുണ്ട്. ഓ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ, പേടിക്കണ്ട. പേടിക്കാൻ ഞാൻ വരട്ടെ. ഉള്ളി പനി ഉണ്ടെങ്കിൽ കഞ്ഞിയാ നല്ലത്. ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് പനിച്ചു. അതൊന്നും സാരമില്ല. ഇവിടെ നിന്ന് നേരെ നാട്ടിൽ പോയി പുതിയ ജോലി പ്രവേശിച്ചിട്ട് രവി എനിക്ക് എഴുതണം. ഇവിടുത്തെ കാര്യത്തെ പറ്റി ഒന്നും വിഷമിക്കണ്ട. അടിപിടി കേസല്ലേ, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അതൊക്കെ പോട്ടെ മാഷേ, ഇനി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആ പാവം പെൺകുട്ടിയുടെ സ്ഥിതി എന്തായി? പടച്ചോൻ വലിയ വമ്പനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അവന്റെ വമ്പത്തരങ്ങൾ മുഴുവനും പാവങ്ങളോടാണ് കാണിക്കാറ്. സെയ്താലി ആ പെണ്ണിനെ മൊഴി ചൊല്ലി. ആ വിവരം അറിഞ്ഞ നിമിഷം ആ പാവ ഉമ്മ മരിച്ചു. അവളെ മൊഴി ചൊല്ലിയവൻ പടച്ചവനെ ഉപേക്ഷിച്ചതിന് തുല്യമാണ്. ആ പാവം ചെയ്തവനും ചെയ്യിപ്പിച്ചവനും 10 ജന്മം ജനിച്ചാലും അത് വീട്ടിൽ തീരൂല. ഞാൻ നസീമിയോട് എന്റെ കൂടെ വന്ന് താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ അത് കേൾക്കുവാവും. അവൾക്കത് തോന്നാൻ എന്നിട്ട് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. കഞ്ഞി കുടിച്ചു കഴിഞ്ഞില്ലേ, ഇനി രവി കിടന്നോളൂ. ഞാൻ ഡോക്ടറെ ഒന്നുകൂടി കണ്ടിട്ട് വീട്ടിലേക്ക് പോകും. നാളെ വരാം. ആ രവി കിടന്നോളൂ. 8 മണിക്കാണ് ലാസ്റ്റ് ബസ്. ഞാൻ പോട്ടെ. ശരി. എന്താ അത്? അതേതോ ഒരു മുസ്ലിം പെൺകുട്ടി ഭർത്താവ് മൊഴി ചൊല്ലിയതറിഞ്ഞ് വേഷം കഴിച്ച് മരിച്ചതാ. എന്തു പറയാനാ, ഓരോ പെൺപിള്ളേരുടെ തലവിധി.
അവൻ ചത്തു. അത് അവന്റെ വിധി. കരയരുത് നസീമ. സൈതാലി സത്യമറിയും. അവൻ തിരിച്ചു വരും. ഒരു തുണ്ട് കടലാസിൽ ഒഴുക്കിക്കളയാവുന്നതല്ല നിന്റെയും സൈതാലിയുടെയും ബന്ധം. നീ നേരുള്ളവളാണ്. അവൻ വരും. ചില ചൈത്താന്മാർ പടച്ചുണ്ടാക്കിയ കള്ളക്കഥയിലെ നായകനായിരുന്നു ഞാൻ എന്നവനറിയും. എനിക്ക് സങ്കടമില്ല. ചെയ്യേണ്ടത് ചെയ്തതിന്റെ ശിക്ഷ അതെന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ. പോട്ടെ. സൈതാലിയെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം.